ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതുമുന്നണിയുടെ തിരിച്ചടിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്, അതെല്ലാം പരിശോധിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF-ഉം BJP-യും നീക്കുപോക്കുണ്ടാക്കിയതാണ് ഇടതുമുന്നണിയുടെ തോൽവിക്ക് കാരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിച്ച ഫലമല്ല ഉണ്ടായത്. അതിൻ്റെ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തലുകൾ വരുത്തുക എന്നുള്ള നിലപാട് തന്നെയാണ് പൊതുവിൽ സ്വീകരിച്ചു പോകുന്നത്. ഈ പറയുന്ന പ്രത്യേക പ്രശ്നം വല്ലാതെ LDF-നെ ബാധിച്ചു എന്ന് കാണാൻ നമുക്ക് കഴിയില്ല. തിരുവനന്തപുരത്തുണ്ടായത് വളരെ പ്രത്യേകതയാർന്ന നിലയാണ് എന്നത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. UDF-ഉം BJP-യും തമ്മിൽ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഒരു നീക്കുപോക്കുകൾ ഉണ്ടാക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവെ ഉയർന്നു വരുന്ന പ്രശ്നം. വിജിൻ വായാന്തോട് തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, പന്തളത്തെ ഫലം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ തുടക്കം തൊട്ട് ശബരിമല ഒരു വിഷയമേ ആയിട്ടില്ല എന്ന് പറയുന്നത്. അത് തന്നെയാണോ മുഖ്യമന്ത്രിയും ആവർത്തിക്കുന്നത്? തീർച്ചയായും അതേ നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രിയും ഇന്ന് ആവർത്തിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് ഇങ്ങനെയൊരു വിശാലമായ തരത്തിൽ എല്ലാ വിഷയങ്ങളും സംസാരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിൽ എന്തായാലും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് ഈ സ്വർണ്ണക്കൊള്ള അതൊരു പ്രത്യേകമായ തെരഞ്ഞെടുപ്പ് പരാജയ കാരണമായി മാറിയിട്ടില്ല. പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയും വലിയ തരത്തിലുള്ള ഒരു ചർച്ചയാക്കി മാറ്റാൻ ശ്രമമുണ്ടായിട്ടുണ്ട്. അത് ആർക്ക് ഗുണം ചെയ്തു എന്ന് ചോദിച്ചാൽ ആരാണതിന് മുൻപന്തിയിൽ നിന്നത് എന്ന് ചോദിച്ചാൽ BJP-യും കോൺഗ്രസും തമ്മിലുള്ള തർക്കമായി അത് മാറും എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്തായാലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടിയാണ് സർക്കാർ ആദ്യഘട്ടം മുതൽ സ്വീകരിക്കുന്നത്. അതേ നിലപാട് തന്നെയാണ് നിലവിൽ സർക്കാർ ഇപ്പോൾ തുടർന്നു പോവുകയും ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിൽ സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായിട്ടുണ്ടെങ്കിൽ അത് BJP-ക്കായിരുന്നു ഗുണം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ BJP-ക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് നേരത്തെ പാർട്ടി വിശദീകരിച്ച അതേ നിലപാട് തന്നെ വിശദീകരിച്ചുകൊണ്ടാണ് ഇക്കാര്യത്തിൽ പ്രതിരോധം തീർക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു കാണേണ്ട കാര്യം. അതിലാണ് പന്തളം നഗരസഭയും ഒപ്പം തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭയും ഈ രണ്ട് സ്ഥലങ്ങളിലും BJP-ക്കേറ്റ തിരിച്ചടി. അത് ഒന്ന് പന്തളം നഗരസഭ എന്ന് പറയുന്നത് ശബരിമല സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. ഏറ്റവും കൂടുതൽ വൈകാരികമായി ശബരിമല വിഷയങ്ങൾ ബാധിക്കുന്ന സ്ഥലം പന്തളം നഗരസഭയിലാണ്. പക്ഷേ അവിടെ LDF BJP-യിൽ നിന്ന് ആ നഗരസഭ തിരിച്ചു പിടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റ് സ്ഥലങ്ങളിലും BJP-ക്ക് അത്തരത്തിലുള്ള വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്തതും സ്വർണ്ണക്കൊള്ള അത്ര വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി മാറിയില്ല എന്നതിൻ്റെ ഒരു കൃത്യമായ ഉദാഹരണമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ വിഷയങ്ങൾ ഉൾപ്പെടെ തിരിച്ചടിയായ എല്ലാ വിഷയങ്ങളും അത് കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കി തിരുത്തി മുന്നോട്ട് പോകും. ഏതെങ്കിലും തരത്തിൽ ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെയുള്ളവ അത് രാഷ്ട്രീയ ആവശ്യത്തിനോ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറാനോ വേണ്ടി ഉപയോഗിക്കുന്നതില്ല. അത് ജനകീയമായി ജനങ്ങൾക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സർക്കാരിന്റെ ബാധ്യതയാണ്, കടമയാണ്. ആ ബാധ്യത നിറവേറ്റുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായാലും ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള അവയുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.